ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കൂട്ടാതെ നല്ല തിക്നെസ്സോട് കൂടിയ കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മുകളിൽ കാണുമ്പോൾ മനസ്സിലാവും നല്ല തിക്നെസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ച കടലയാണിത്. അപ്പോൾ ഒരു 2 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് ഒരു കുക്കറിലിട്ട് അത് മുങ്ങുന്നത്രോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം, കാരണം 3-4 വിസിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളം ആറിപ്പോവും. അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വിസിലായിട്ടുണ്ട്, കടല നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 കൈയിലോളം എൻ്റെ 2 കുക്കറും കളിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നല്ല ഫുള്ളായിട്ട് 2 കയ്യിൽ ഞാൻ കടല ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് തണിയാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് നന്ന ചെറുതല്ല കേട്ടോ, ഈ രീതിയിൽ തക്കാളിയാണ്. പിന്നെ പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ 2 സവാള ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു വിസിലായാൽ മതി. ഒരു വിസിലായപ്പാട് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് നല്ല തണിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കടല. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. മിക്സിയുടെ ജാറിലെ സൈഡിലൊക്കെ പിടിച്ചിട്ടുള്ള ഞാൻ പുട്ട് പൊടിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. നമ്മൾ അതിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചിട്ട് വരാം. നമ്മൾ തേങ്ങ ചേർക്കണില്ല, ഈ കടലയാണ് ഇങ്ങനെ അരച്ചിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ തന്നെ നല്ല എന്താ പറയുക, കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുക്കർ വിസിലൊക്കെ ആയിട്ടുണ്ട്, വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ കടലക്കറീൻ്റെ തിക്നെസ് കൂടുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല തേങ്ങ ഇടുന്നതിനേക്കാളും കൂടുതൽ ചിലർക്ക് ഇപ്പോൾ കൂടുതൽ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് തേങ്ങ ഇടാതെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടി ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താലാണ് നല്ലത്. പിന്നെ ഒന്ന് ജസ്റ്റ് മുകളിലായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം കടലേനെ. ഇത് മീറ്റ് മസാലയാണ്, 2 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ആ ഒരു ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉപ്പ് നേരത്തെ ഇട്ടത് മതിയായില്ല എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് കൂടുതൽ കുറയുക എന്ത് വേണം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കടലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് അല്ല പൊട്ടിച്ചിടുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ സവാള നേരത്തെ മുറിച്ചില്ല, അതേ രീതിയിൽ സവാള കട്ട് ചെയ്തിട്ട് ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു. അത് നല്ലൊരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ കടലക്കറിയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നില്ല. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാൻ കടലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതിപ്പം ഈ കടലക്കറി തണിയുന്നതോറും നമ്മളെ കടലക്കറി നല്ല തിക്കായിട്ട് വരും. ഇപ്പോൾ തന്നെ നല്ല തിക്കാണ്, ഇനിയും തിക്കായിട്ട് വരും. നോക്കിയേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്, ഇനി തണിയുമ്പോഴത്തേക്കിന് ഇനിയും തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരെക്കും ടാറ്റ, ബൈ.